നമസ്കാരം, നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുബിധ ബോസ്. കടൽക്ഷോഭത്തിന്റെ തീവ്രത ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന എടവനക്കാട് പഴങ്ങാട് കടൽ തീരം വെൽഫെയർ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് കെ എച്ച് സദക്കത്തും കൂട്ടരും സന്ദർശിച്ചു. കാഴ്ചകളിലേക്ക്. നിർത്താതെ പെയ്ത മഴയെ തുടർന്ന് എടവനക്കാട് കടൽ തീരം കടൽക്ഷോഭത്തിന്റെ പിടിയിലായി. പലയിടത്തും കടൽ ഭിത്തിക്ക് സമാന്തരമായി നിർമ്മിച്ചിരുന്ന മണൽബണ്ടുകൾ തകർന്നു. പ്രദേശത്തെ നിരവധി വീടുകളിൽ വെള്ളം ഇരച്ചുകയറി. ദുരന്തബാധിത പ്രദേശം വെൽഫെയർ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് കെ എച്ച് സദക്കത്തും കൂട്ടരും സന്ദർശിച്ചു. ഓരോ വർഷവും തങ്ങളുടെ വീട്ടുപകരണങ്ങളുമായിട്ട് മാറി താമസിക്കേണ്ട അവസ്ഥയിലേക്ക് ഈ തിരമാലകളും അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അതിപ്രസരവുമൊക്കെ കാരണമാകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശാസ്ത്രീയമായ രീതിയിൽ ഇതിന് പരിഹാരമുണ്ടാക്കുവാൻ അധികാരികൾ തയ്യാറാകുന്നില്ല, ഗവൺമെൻറ് തയ്യാറാകുന്നില്ല എന്നുള്ളത് പ്രതിഷേധാർഹമാണ്. ഈ ഭരണം മാറി മാറി വന്നിട്ടും ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താനായിട്ടില്ല എന്നും പ്രദേശവാസികളുടെ സ്വൈര ജീവിതത്തിനും തീരദേശ റോഡ് നിർമ്മാണം ആരംഭിക്കാത്തത് പക്ഷം സമരമുറകളുമായി പ്രദേശവാസികൾക്കൊപ്പം ചേരുമെന്നും പൂർണ്ണ പിന്തുണയും നൽകുകയായിരുന്നു വെൽഫെയർ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് കെ എച്ച് സദക്കത്ത്. മേഖലയിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. ഇവരുടെ ജീവനും അവരുടെ സ്വത്തിനും അവരുടെ വിഭവങ്ങൾക്കുമെല്ലാം നാശമുണ്ടാക്കുന്ന ഈ കടൽക്ഷോഭം ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ അത് ഒഴിവാക്കുന്നതിനാവശ്യമായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള കൽക്കെട്ട് പണിയുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഒരു പരിഹാരം. എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡ് മെമ്പർ IA ഷംസുദ്ദീന്റെ നേതൃത്വത്തിൽ വെൽഫെയർ പാർട്ടിയുടെ വൈപ്പിൻ മണ്ഡലം പ്രസിഡന്റ് VA ജലാലുദ്ദീൻ, മണ്ഡലം സെക്രട്ടറി CK നാസർ, TM കുഞ്ഞു മുഹമ്മദ്, CK ഇബ്രാഹിം, സഫ്വാൻ മാസ്റ്റർ, AM നിസാർ, നാട്ടുകാർ ഒപ്പം കൂടി. ഈ ഭാഗത്തെ ജനപ്രതിനിധികളായ എറണാകുളം ജില്ലാ മണ്ഡലം MP-യും വൈപ്പിൻ മണ്ഡലത്തിൻ്റെ MLA-യും കൂട്ടായി വിചാരിച്ചാൽ ഏതെങ്കിലും ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇതിന് ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കും. എന്നാൽ ഈ വക ജനോപകാരപ്രദമായ കാര്യങ്ങൾക്ക് തിരിക്കാതെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഒരുപാട് ഫണ്ട് വിനിയോഗിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും യാതൊരു വിധത്തിലുള്ള പരിഹാരങ്ങളും അതുപോലെ പ്രതിരോധങ്ങളുമൊന്നും തീർക്കാതെ ഭരണകൂടം ഈ ജനവിഭാഗത്തിനോട്, ഈ പാവപ്പെട്ട ജനവിഭാഗത്തിനോട് അവരെ അവഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഇനിയും ഈ അവഗണന തുടരുകയാണെങ്കിൽ, ഈ അനാസ്ഥ തുടരുകയാണെങ്കിൽ ഈ പ്രദേശത്തെയുള്ള ഇതുപോലെയുള്ള കൂട്ടായ്മകളോടൊപ്പം നിന്നുകൊണ്ട് വെൽഫെയർ പാർട്ടി ശക്തമായ സ്ഥിര താമസക്കാരനാണ്. കാരണം എൻ്റെ ജനനം തന്നെ ഈ കടപ്പുറത്താണ്. കടപ്പുറത്ത് വെച്ചാൽ ഈ ശിവാളിൻ്റെ അവിടെ നിന്ന് ഒരു 5 മീറ്റർ കിഴക്കോശ വരുന്ന ഞാനൊരു 10 വയസ്സ് വരെ ഞാൻ ജീവിച്ചത്. അന്നൊന്നും ഇതുപോലത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ നമുക്ക് പറയുകയാണെങ്കിൽ തന്നെ ഒരു 2004 ആ സുനാമിക്ക് ശേഷമാണ് നമ്മുടെ ഈ എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് എന്നുവെച്ചാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സുനാമി ബാധിത പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ നാശം വിതച്ച ഇല്ല. അവർക്കെല്ലാം വേറെ വേറെ കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധ തിരിക്കാൻ താല്പര്യം. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കണ്ടില്ല എങ്കിൽ സമരമുഖവുമായി വെൽഫെയർ പാർട്ടി മുന്നോട്ട് പോകും. അതിനുള്ള എല്ലാ പിന്തുണയും വെൽഫെയർ പാർട്ടി ഇവിടുത്തെ കൂട്ടായ്മക്ക് കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ പ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളടങ്ങുന്ന ജനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുരിതം ഇതുവരെയും ഇവിടുത്തെ സർക്കാർ അല്ലെങ്കിൽ ഭരണ കേന്ദ്രങ്ങൾ ഇത് അറിഞ്ഞ മട്ടില്ല. വാസികളെ വിസ്മരിക്കുകയാണെങ്കിൽ ഇതിന് ശക്തമായ പ്രക്ഷോഭത്തിലൂടെ വെൽഫെയർ പാർട്ടി മറുപടി കൊടുക്കും എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വേറൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല. എല്ലാവരും ഇതിന് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ.